ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ പ്രസിഡന്റായിട്ട് ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ കൃതദാസൻ പ്രിയ അലക്സിസ് സാർ, അതുപോലെ അധ്യാപക ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് എൻ്റെ സഹപാഠിയും കർത്താവിൽ പ്രസിദ്ധമായിരിക്കുന്ന ഡോക്ടർ ബി വർഗീസ് സാർ, ജോയ് പാസ്റ്റർ, തോമസ് പാസ്റ്റർ, ഈ ഭാഗത്ത് ഇത്രയും ദേവദാസന്മാരുണ്ട്. കൂടാതെ എനിക്ക് മുമ്പ് വളരെ ഐശ്വര്യമായിട്ട് വചനം ശുശ്രൂഷിച്ച പ്രിയ ഡോക്ടർ രാജീവ് സർ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് അടൂർ, കൊട്ടാരക്കര, ശൂർനാട് റീജിയനുകളിലെ ദേവദാസന്മാർ, ചുമതലപ്പെട്ടവരായിട്ട് റീജിയൻ പാസ്റ്റേഴ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, സെക്ഷൻ പാസ്റ്റേഴ്സ്, ലോക്കൽ പാസ്റ്റേഴ്സ് ആയിട്ടുള്ള ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, വിശ്വാസി സമൂഹം, എല്ലാവർക്കും ഗുജറാത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. വളരെ സന്തോഷത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മധ്യത്തിൽ ഒരു അതിഥിയായ ഒരു ദേവദാസൻ കുടുംബമായി വന്നിട്ടുണ്ട്. പാസ്റ്റർ കെ സി ജോൺ, നെടുമ്പുറമല്ല, വെൺമണി. അദ്ദേഹം പുനലൂരിലെ അധ്യാപകനായിട്ടും കൺവെൻഷൻ പ്രസിഡന്റിനായും ശുശ്രൂഷിച്ചു വരുമ്പോൾ അമേരിക്കയിൽ പോകാനുള്ള അവസരം ഉണ്ടാകുകയും ഏകദേശം 35 വർഷത്തോളം അവിടെ AGയുടെ ഒരു പാസ്റ്ററായിട്ട് തുടരുകയും ചെയ്തു. ഇപ്പോൾ സഭാ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് താൻ AGയുടെ മലയാളം സെക്ഷൻ ബൈബിൾ കോളേജിൻ്റെ ഉത്തരവാദിത്വമായിട്ട് ശുശ്രൂഷയിലാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച്, എൻ്റെ കസിനും കൂടെയാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാം. കാരണം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളോടൊപ്പം അദ്ദേഹം ഒരു 10 ദിവസം ഉണ്ടായിരുന്നു ബറോഡയിൽ. അതിനുശേഷം ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നു. ഞാൻ ചൊവ്വാഴ്ച വന്നു. സംസാരിച്ചപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ വന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ സ്ഥാപനവുമായിട്ട് എനിക്കും വളരെ വലിയ ബന്ധമാണ്. അപ്പോൾ തന്നെ കൂട്ടായ്മയായിട്ടും അതേ ബന്ധമാണുള്ളത്. അതെല്ലാം നന്ദിയോട് ഓർക്കുകയാണ്. ഏകദേശം 48 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കാലുകുത്തുവാൻ ഇടയായി തീർന്നത്. അത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതുന്നു. അന്ന് ഉണ്ടായിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കർത്താവിൽ വിശ്രമിക്കുന്ന പ്രിയ ജിജി സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ തലമുറകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യാഥാർത്ഥ്യമായ സത്യം ഓർപ്പിക്കട്ടെ, പ്രശംസിക്കാൻ വേണ്ടിയല്ല, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രചോദനമാകുന്നെങ്കിൽ അതിനുവേണ്ടി പറയുകയാണ്. ത്രൂ ഔട്ട് ദ ഇയർ ഈ സ്ഥാപനത്തെയും പ്രിയ അമ്മാമയും കുഞ്ഞുങ്ങൾ 4 പേരെയും അവരുടെ കുടുംബങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഗ്രാജുവേറ്റ്സിനെയും പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ കുടുംബം, അത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കും അത് ചെയ്യാം, ചെയ്യുന്നില്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി ചെയ്താലും നാം എത്ര ചെയ്യുമെന്നാൽ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. വിശ്വാസത്തോടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. ഈ സ്ഥാപനത്തിൽ പഠിച്ചപ്പോഴുള്ള എൻ്റെ 1-2 അനുഭവങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നതിന് മുൻപ്, കഴിഞ്ഞ ദിവസം ദേവദാസന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രിയ സാംജി കോശി സാർ, പ്രിയ പൈതൽ എന്നെ ഫോൺ ചെയ്ത് ഈ മീറ്റിങ്ങിന്റെ കാര്യം ഓർപ്പിച്ചപ്പോൾ വളരെയധികം ദൈവത്തിന് നാമമായിട്ട് വിടുമാറാകട്ടെ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആകെ കൂടി ഉണ്ടായിരുന്ന ഡോർമെറ്ററി ഹോൾ ചർച്ചാണ്, പഴയ ചർച്ചാണ്. അത് അവിടെ ഞങ്ങൾ പകൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും, രാത്രി അവിടെ വിശ്രമിക്കും. ആരാധനയും അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അന്ന് സിംഗ്ലി ആ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയായിരുന്നു. അതിനുശേഷം പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഷിഫ്റ്റ് ആകുവാൻ ഇടയായി തീർന്നു. അങ്ങനെയുള്ള പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇടയായി. എന്നാൽ ഒരു കാര്യം ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു കൃപയെ അനുസരിച്ച് അന്നും അത് അവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അത് ഉപയോഗിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ പ്രാർത്ഥനാ ജീവിതം പിന്നത്തേതിൽ വളരെയധികം അത് മുമ്പോട്ട് കൊണ്ടുപോകാനായി ഭാഗ്യം തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുപോലെ ഇവിടെയുള്ളതായ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുകളുള്ളതായ അനുഭവങ്ങൾ, ശരീരത്തിൽ രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. എന്നാൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവൾ ചെറുപ്പം മുതലേ എൻ്റെ അകത്ത് ദൈവം ഒരു സുവിശേഷ ആത്മാവിനെ നൽകിയത്
ദൈവത്തിന് ഞാൻ മഹത്വം കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുവാനിടയായിത്തീർന്നത്. ഇല്ലെങ്കിൽ ഭവനത്തിൽ ജ്യേഷ്ഠനോട് ഒരുമിച്ച് ബിസിനസ്സിൽ വളരെ വ്യാപൃതനായിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ബൈ പറഞ്ഞിട്ട് പുസ്തകവുമായി മാത്രം ഇവിടേക്ക് വരുവാൻ ഇടയായത്. എന്നാൽ ഇവിടെ വന്നിട്ട് ഈ 48 വർഷമായി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കി ആ ബിസിനസ് വളരെയധികം വളർന്നെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദൗത്യം ചെയ്യുവാൻ ഭാഗ്യം തന്ന ദൈവത്തെ നിരന്തരമായിട്ട് സ്തുതിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വം കയറ്റുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ എന്നിൽ അത് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴും ഒറ്റയ്ക്ക് ട്രാക്ട് കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം കൃപ ദൈവം തന്നു. ആ ഒരു സന്തോഷം ഇന്നും കുറയാതെ സൂക്ഷിക്കുന്ന ആ ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, അതിനെക്കുറിച്ചുള്ള എൻ്റെ മനോഭാവം ഇങ്ങനെയാണ്. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാട്ടിൽ അനവധി മടങ്ങ് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഞാൻ കാണുന്നുണ്ട്. അവരുടെ മുമ്പിൽ എന്റെ പ്രവർത്തനമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വിളിയോടുകൂടെയാണ്, അഥവാ വ്യത്യസ്തമായ ദൗത്യവുമായിട്ടാണ്. അതുകൊണ്ട് മറ്റൊരാൾ ചെയ്തതിനെ കുറിച്ച് നോക്കി ഞാൻ ഭാരപ്പെടേണ്ട, അതുപോലെ ആകണമെന്ന് ചിന്തിക്കുകയും വേണ്ട. ദൈവത്തിന് അങ്ങനെ ഹിതമുണ്ടെങ്കിൽ ദൈവം കൊണ്ടുപോകാം. എന്നാൽ ഒരു കാര്യം, നമ്മെ വിളിച്ച ആ ദൈവത്തിന്റെ പദ്ധതിക്കായി നാം ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചാൽ ബാക്കിയെല്ലാം അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസ്ഥലായിരിക്കാം. ആ ഒരു സുവിശേഷാത്മാ ഇവിടെ വന്നപ്പോൾ ആളിക്കത്തുവാനിടയായി. ഞാൻ തിരുവല്ലായിൽ ഓർപ്പിച്ചിരുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനും പാസ്റ്റർ GP തരകനും പാസ്റ്റർ പോൾ രാജേന്ദ്രൻ നോടനാവട്ടം ഷാരോൺ ചർച്ചിലെ ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം പഠനാനന്തരം നാഗാലാൻഡിലേക്ക് പോയി. അവിടെ വെച്ച് അത് ടീച്ചിങ്ങിനായിട്ടും കർത്താവിന്റെ വേലയ്ക്കായിട്ടും, എന്നാൽ കർത്താവിന്റെ തിരുഹിതം അങ്ങനെയായിരുന്നു, അദ്ദേഹത്തെ നിത്യതയിലേക്ക് മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് അത് ബസ് കയറി അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ ആദ്യത്തെ പരസ്യവും നടത്തി. ആ പരസ്യയോഗത്തിൽ രാത്രി എവിടെ വിശ്രമിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ പെട്ടെന്ന് ഒരു സഹോദരൻ വന്ന് ഞങ്ങളുടെ കൂടെ നിന്നു. അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് വന്നു. അതേ ബസ്സിനായിട്ട് തിരിച്ചോടിപ്പോയെങ്കിലും അതേ ബസ് അവിടെ പെട്ടെന്ന് വിട്ടുപോയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഫ്രഷായി ഇറങ്ങി നടന്നു. പുനലൂർ, അത് അഞ്ചൽ, ചണ്ണപ്പേട്ട, കുളത്തുപ്പുഴ വഴി നടന്ന് നെടുമങ്ങാട് വഴി തിരുവനന്തപുരം, കന്യാകുമാരി സൈഡിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനവുമായി കടന്നു പോകുവാൻ അന്ന് ഇടയാക്കിയത് കൊണ്ട് ആരും സ്വീകരിക്കാനില്ല, ഒരുപക്ഷെ ചിലപ്പോൾ ആരും കേൾക്കാനുണ്ടായിരുന്നില്ല, സ്തോത്ര കാഴ്ച തരുവാനുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഒരു ട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മറക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവത്തിലൂടെ പറയുവാനിടയാക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആർക്കും തന്നെ നമ്മുടെ സമയം നഷ്ടമാക്കി കളയുവാൻ ഇടയാകരുത് എന്ന് കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഞാനും സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പിന്നീട് ദൈവം തന്ന കൃപയാണ്. നമ്മെ വീക്കെൻഡുകളിൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് പെരിങ്ങനാട് പോയി ഓരോ വീടുകളും കയറി ഇറങ്ങി കർത്താവിന്റെ വചനം പറയുവാൻ അവസരമുണ്ടായി. അത് നമ്മുടെ ഒരു വിശ്വാസി പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമുദായക്കാരും ഹിന്ദുക്കളുമാണ്. എൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ പ്രിയ എഡിസൺ പാസ്റ്ററും PG എബ്രഹാം സാർ, ഇപ്പോൾ അദ്ദേഹം അധ്യാപകനാണ്. ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ വീടുകൾ കയറി കർത്താവിന്റെ വചനം അറിയിച്ചു. നമുക്ക് തന്ന ദൗത്യം നിർവഹിച്ചിട്ട് നമ്മൾ കടന്നുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു, അവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ സഭകൾ ഉണ്ടാകുവാൻ ഇടയായത്. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, ഒരുപക്ഷെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരു ലഘുലേഖ കൊടുക്കാനായിരിക്കാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അത് വിശ്വസ്തയോടെ ചെയ്താൽ ബാക്കി ചെയ്യുന്നത് കണ്ട് സന്തോഷിപ്പാൻ നമുക്ക് അവസരം നൽകുന്ന ദൈവമാണെന്ന് ഓർത്ത് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ നിങ്ങളോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കാം. ഞങ്ങൾ ഇവിടെ ദീർഘവർഷങ്ങളായിട്ട് എല്ലാ വർഷവും കൺവെൻഷന് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മടങ്ങി പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും, അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും സ്റ്റേഷനിലാണെങ്കിലും അത് ട്രാക്ട് കൊടുക്കുന്നത് ആ ചെറുപ്പത്തിൽ ആരംഭിച്ചതായ ആ സ്വഭാവം അത് തുടരുവാൻ നിയമം കൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റിൽ അതിനെ ലംഘിക്കുന്നതും വരെയും തുടരുവാൻ ഇടയാക്കി.
വല്ല നിവൃത്തിയുണ്ട് ഇന്നും കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് പാടി പ്രാർത്ഥിക്കുക പതിവാണ്. ആരൊക്കെ ഉണ്ടോ ഹിന്ദിയിൽ പറയാൻ പറ്റിയാൽ ഹിന്ദിയിൽ പറയും. വിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ടോപ്പ് ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് തന്നെ പരിചയപ്പെടുത്തി. അത് വലിയ സന്തോഷമായി താൻ തിരാവലിന് പോവുകയാണ്. ഞാനെന്ന സബർമതി അഹമ്മദാബാദിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും പറഞ്ഞ് ഞാൻ പാസ്റ്ററെ കാണാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ താൻ അവിടെ പോയതിനു ശേഷമായിട്ടൊരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ കൂടെ ചില ദിവസങ്ങളിൽ താമസിച്ചു. അദ്ദേഹത്തെ ദൈവവചനം പഠിപ്പിച്ചു. അത് അവിടുത്തെ സബർമതി നദിയിൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായി. ഹല്ലേലൂയ. അദ്ദേഹമാണ്, നിങ്ങൾക്കും പരിചിതനാണ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന ആ മനോഹരമായ പാട്ട്, അനേക പാട്ടുകൾ താൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രിയപ്പെട്ട ദൈവദാസന്, അതെ, ഞങ്ങൾ ഇവിടെ കൺവെൻഷൻ കഴിഞ്ഞ് പോയപ്പോൾ കിട്ടിയ ഒരു ആത്മാവാണ്. ഹല്ലേലൂയ. താൻ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചിട്ട് ഇന്ന് കർത്താവിന്റെ വേലയിൽ കോയർ ടീമിനോട് ചേർന്ന് ശക്തമായി ദൈവവേല ചെയ്യുന്നു. അങ്ങനെ അത് 44 വർഷമായി നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ധാരാളം അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് എന്റെ ആഗ്രഹം ഇതാണ്, എങ്ങനെയെങ്കിലും ഒരാത്മാവ് കൂടെ വിടുവിക്കപ്പെടുവാൻ ഇടയാകണം. ഒരാത്മാവിലൂടെ എന്റെ ജീവിതം പ്രയോജനമാകണം. ഒപ്പം ദൈവത്തിന് എത്ര മഹത്വം കൊടുക്കുവാൻ കഴിയുമോ അത്രയും അധികം മഹത്വം കൊടുക്കണം. ഈ രണ്ടാഗ്രഹത്തോടുകൂടെ കൃപയാൽ 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 ഈ നിമിഷം വരെയും ആയിരിക്കുവാൻ ദൈവം സഹായിച്ചത് ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ. കാരണം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കർത്താവ് അതിനേക്കാൾ മുൻപിൽ 2 പേർ വന്നപ്പോഴേ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാതെ നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പോലെ നമുക്കാർക്കും പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല. അത് ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കുന്നവരാണ്. ഞാനും ആ 2 അക്ഷരത്തിന്റെ ബലത്തിൽ ജീവിക്കുന്നവനാ. അതുകൊണ്ട് അതിനപ്പുറത്ത് നിങ്ങൾ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. മെറിറ്റിന്റെ ലിസ്റ്റിൽ 0യും കൃപയുടെ ലിസ്റ്റിലാണ് ജീവിതവും. അതുകൊണ്ട് ദൈവസൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസന് വളരെ ഐശ്വര്യമായിട്ട് അഭിഷേകത്തോടും ദൈവകൃപയോടും കൂടെ ആ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഹല്ലേലൂയ, ഞാൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ആമേൻ. അതിനകത്ത് എനിക്ക് ഒരു പ്രയാസമില്ല. നിങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കുന്ന ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം. സ്റ്റേജിൽ വരുമ്പോഴോ ഞാൻ ലീഡ് ചെയ്യാൻ നിൽക്കുമ്പോഴോ നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയിപ്പിക്കുന്ന സ്വഭാവമാകരുത്. മറിച്ച് അത് നാം പുറകിൽ ഇരുന്ന് ഒരു സ്തോത്രം പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു സ്വർഗമുള്ളത് കൊണ്ട് നമ്മുടെ അധരം അടക്കി പൂട്ടി വയ്ക്കരുത്. ദൈവ സന്നിധിയിൽ നാം ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പോയാ ദൈവത്തെ സ്തുതിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യം അതേ ശുശ്രൂഷയുടെ സൂചന ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനും അതിൻ്റെ ഇടയ്ക്ക് എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഞാനൊരു അക്കാഡമിഷ്യൻ അല്ല. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ടീച്ചറായിട്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. രാജീവ് സാർ ആയിരുന്നപ്പോൾ ഒത്തിരി പേരുണ്ട്, ഇപ്പൊ കുറച്ചുപേരെ കാണുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ലായിരുന്നു. ദൈവം എന്നെ അത് നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. അതിന്റെ കാരണം ഇവിടെ പഠിച്ചതിന് ശേഷം ഞാനും ഡി ഫിലിപ്പ് പാസ്റ്ററും കൂടെ അത് കുറ്റിമുക്കിലുള്ളതായ പഴയ ഒരു ബിൽഡിങ്ങില് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരിയും ഒരു യുവാവുമുണ്ട്. അവിടെ 2 മാസം താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ സഭ ശോഷിച്ചതും ശുഷ്കിച്ചതുമായിരുന്നു. എന്നാൽ അവിടെയുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വീടുകളൊന്നും വിടാതെ എവരിയും ക്രൂസേഡിന്റെ മെത്തേഡ് അനുസരിച്ച് 2 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു മാസിഡോണിയൻ കോൾ വന്നു. വിളിച്ച് ചോദിച്ചു, നോർത്ത് ഇന്ത്യക്ക് പോകാമോ? എനിക്ക് ഒന്നും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, വസ്ത്രം ധരിക്കേണ്ടതുപോലെ ധരിക്കാൻ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അത് പണമില്ലായിരുന്നു, മറ്റൊന്നുമില്ലായിരുന്നെങ്കിലും മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ക്രോസ് കൾച്ചറൽ മിഷൻ ട്രിപ്പ് കർത്താവിൽ പ്രസിദ്ധനും ശ്രേഷ്ഠനുമായി അത് തന്റെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ലോകത്തിൽ മുഖമുദ്ര പതിപ്പിച്ച ആ ഭക്തന്റെ കൂടെ യാത്ര ചെയ്ത് ഉത്തര ഭാരതത്തിലേക്ക് പോകുവാൻ അവസരം തന്ന ദൈവത്തെ ഇന്ന് പകലും നന്ദിയോട് ഞാൻ സ്തുതിക്കുകയാണ്.
മിഷനറി യാത്ര ഇന്നും തുടരുവാൻ കൃപ ചെയ്യുന്ന ദൈവത്തെ വളരെ ആദരവോട് വാഴ്ത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, അവിടെ ചെന്നപ്പോൾ അന്ന് ജോണി സാർ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അത് പഠിപ്പിച്ച ചിലരെ സ്നാനപ്പെടുത്തിയ സഭ ആരംഭിച്ചു. 6 വർഷം അവിടെ അത് ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും എനിക്കൊരു അത് ഹിന്ദി അറിയാതെ ഞാൻ 3 വർഷം മുറിക്കകത്തിരുന്നു. പക്ഷെ എന്നെ ദൈവം പിടിച്ച് പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാക്റ്റുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ അറിയത്തില്ലായിരുന്നു. എങ്കിലും അത് ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നി, ഇത് ശരിയാകത്തില്ല. ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയണമെങ്കിൽ ഭാഷ പഠിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ തെറ്റുപാതെ വാക്കുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ പറഞ്ഞു തുടങ്ങി. ഇന്ന് കർത്താവിന്റെ കൃപയില് അത് കർത്താവിനെ കുറിച്ച് ഓർപ്പിക്കുവാൻ ഏതൊരു സാഹചര്യത്തിലും ദൈവം അവസരം നൽകുന്നത് കൊണ്ട് നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. നിങ്ങളുടെ പരിമിതികളെ നോക്കി നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഒരു ചുവട് വയ്ക്കുവാൻ തയ്യാറായാൽ അടുത്ത ചുവട് വയ്ക്കുവാൻ സ്ഥലം കാണിച്ചു തരുന്ന വിശ്വസ്തനായ കർത്താവ് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ അന്നും ഇന്നും എന്നും കൂടെയുണ്ട്. ചുവട് വയ്ക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അങ്ങനെ 100 കണക്കിന് ദൈവദാസന്മാരെ വാർത്തെടുത്ത ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അത് എനിക്ക് തന്നതായ ആ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പല സമയത്തിന് ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊരു പൗലോസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മിഷൻ സ്ട്രാറ്റജികളെ കുറിച്ചും ഒക്കെ ആയിരുന്നു നാം ഇതുവരെ കേട്ടത്. അത് തന്നെയാണ് ഞാൻ അത് കഴിഞ്ഞ ദിവസത്തിൽ എല്ലാവരും ഉറപ്പിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം പരിശുദ്ധാത്മാവല്ലേ സകലവും അറിയുന്നത്. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശം പെട്ടെന്ന് ഹൃദയത്തിൽ വന്ന വചനം അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യമാണ്. കർത്താവ് പറഞ്ഞു, എന്നെ തിരഞ്ഞെടുത്തതിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് ഈ വചനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം. ഹൃദയത്തെ തൊടുവാൻ പ്രസംഗർക്ക് കഴിയത്തില്ല, അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവാത്മാവ് ചെയ്യുവാനുള്ള ചെയ്തെടുക്കണം. അശ്രദ്ധമായിട്ട് ആരും ഇരിക്കുവാൻ ഇടയാകാതെ വചനത്തെ ഉൾക്കൊള്ളുവാൻ കൃപ നൽകണം. എങ്ങനെ പറയണം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ അത് പ്രസ്താവിപ്പാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അത് പശ്ചാത്തലം നമുക്കറിയാം. യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരോട് ദേവാലയത്തിൽ ചെന്ന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുമ്പോൾ യേശു കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയിൽ മാതാപിതാക്കന്മാർ തിരികെ ഒരു ദിവസത്തെ വഴി നടന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ നോക്കുന്ന യേശുവിനെ, അപ്പോഴാണ് മനസ്സിലായ ആൾ കൂടെ ഇല്ലെന്ന്. അപ്പോൾ അവർ തിരിച്ച് വീണ്ടും വന്നു. അവിടെ ദൂത് നമുക്കുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്കും അങ്ങനെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. യേശു കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയിൽ അങ്ങനെ ചിന്തിക്കരുത്. ഓരോ ദിവസവും നാം ക്രിസ്തുവിൽ വസിക്കുന്നുവോ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് ചെക്ക് ചെയ്യേണ്ടത് എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. ഹല്ലേലൂയ. അത് എത്ര വലിയ ദൈവദാസനാണെങ്കിലും ചെറിയ ദൈവദാസനാണെങ്കിലും ആവശ്യമാണ്, ദൈവമക്കൾക്കും ആവശ്യമാണ്. അതെ, അങ്ങനെ അവർ ചെന്നപ്പോൾ യേശുവിനെ കണ്ടത് ഹല്ലേലൂയ ഇന്നത്തെ തലമുറ പോലെ അവിടെ ഇവിടെയും കറങ്ങി നടക്കുകയല്ല, മറിച്ച് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന 46-ാമത്തെ വാക്യത്തിലാണ്. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. യേശുവിനെ കണ്ടത് എവിടെയാണ്? അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ ഡോക്ടേഴ്സ് എന്നായിരിക്കുന്നത്. അവരുടെ മധ്യത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ മാതാപിതാക്കന്മാരോട് പറഞ്ഞതായ വാക്ക് നമുക്കറിയാം. മോനെ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അയ്യോ, ഞങ്ങൾ നിന്നെ ഒത്തിരി അന്വേഷിച്ചു അല്ലെങ്കിൽ വിഷമിച്ചു എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ ആ വാക്കാണ്, ആ യേശു പറഞ്ഞ വാചകമാണ്, നിങ്ങൾ എന്തിനാ എന്നെ തിരഞ്ഞിങ്ങനെ വിഷമിച്ചത്? കാരണം ഞാൻ വന്നത് എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതിനായിട്ടാണ്. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പദമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. അവിടെ എഴുതിയിരിക്കുന്നത് ഐ ഹാവ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. പ്രൈസ് ദി ലോർഡ്. I have to be in my father's business. എൻഗേജ്മെന്റ് എന്നുള്ളതും ഒരു ചെറിയ അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഒരു പദമാണ് ദൈവത്തിന്റെ ആത്മാവിനെ എന്നോട് സ്പർശിച്ചത്. അതിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളാണ് ദൈവത്തിൽ പറഞ്ഞതുപോലെ. അത് ദൈവത്തിന്റെ ആഴമായ കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും അതിന്റെ മുകളിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയതായ ഒരു പദമുണ്ട്. നമുക്ക് ദൈവവുമായി കർത്താവുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അതേ സുവിശേഷ വേലയിലുണ്ട്. അതാണ് ദൈവാത്മാവ് ഓർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവഭക്തനെ ഉപയോഗിച്ചെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതാണ് വേണ്ടത്. അതിനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ
അപ്പോൾ ദൈവാത്മാവ് ഒരു കാര്യം ഓർപ്പിച്ചത് ഇതാണ്: യേശു ശുശ്രൂഷ ആരംഭിച്ചില്ല, 30 വയസ്സായില്ല, എന്നാലും ഉപദേശത്തിന്റെ വിഷയത്തിൽ താന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുകയും കേൾക്കുകയും അതേ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന യേശുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചു, ഉപദേശത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണെങ്കിലും അത് മറന്നുകൊണ്ടല്ല, എന്നാൽ ദൈവാത്മാവ് നമ്മെ ചില ദൗത്യം ഏൽപ്പിക്കുന്നത് ഈ തലമുറയിൽ 21ാം നൂറ്റാണ്ടിൽ ദൈവം നമ്മെ പരമേൽപ്പിച്ച വിശ്വാസവും വേർപാടിന്റെ ഉപദേശങ്ങളും അടിസ്ഥാന ഉപദേശങ്ങളും ഒക്കെ അതിന്റെ കാവൽ ഭടന്മാരായി നിന്നുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനായി വേർതിരിക്കപ്പെട്ട ദൈവദാസന്മാർ, ഹല്ലേലൂയ, അതിനായി വേർതിരിക്കപ്പെട്ട ദൈവ മക്കൾ, ഹല്ലേലൂയ, എല്ലാവരും ആ ഉത്തരവാദിത്വത്തിൽ അന്ത്യം വരെ നിൽക്കണമേ എന്ന് നിങ്ങളുടെ ഒരു കൂട്ട് സഹോദരൻ എന്ന നിലയിൽ സ്നേഹത്തോടെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞതായ ഒരു വാക്യം നമുക്കറിയാം. 7-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 7:14 മുതൽ 16 വരെ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, പെരുന്നാൾ പകുതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറയുകയാണ്, അതിനു മുമ്പ് ശ്രേഷ്ഠന്മാരായ ആളുകൾ അവിടെ കൂടിയിരുന്നവർ പറയുകയാണ്, ഹല്ലേലൂയ, യേശുവിന്റെ ഉപദേശം കേട്ടപ്പോൾ പറഞ്ഞത്, വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, ഒരു സ്കൂളിലും കോളേജിലും ഒന്നും പോയിട്ടില്ല, പക്ഷേ ഇവൻ ശാസ്ത്രമാണ് സംസാരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ ശാസ്ത്രവുമുണ്ട്, ലോകത്തിന്റെ ശാസ്ത്രവുമുണ്ട്. ഏതാണെങ്കിലും യേശുവിന് പറയാൻ ഒരു വിഷമവുമില്ല, കാരണം അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ വിസ്മയിച്ചു, അവന്റെ ഉപദേശത്തിൽ അവർക്ക് വിസ്മയം തോന്നി. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ വിസ്മയിക്കാൻ ഒന്നുമില്ല, ഞാൻ ഈ പറയുന്നതൊന്നും എന്റെ സ്വന്തത്തിൽ നിന്ന് മാത്രം പറയുകയല്ല, എന്റെ ഉപദേശം എന്നെ അയച്ചവന്റെ ഉപദേശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കാൻ ഒരു സന്ദേശം പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ ആ ബോധ്യമുണ്ട്, എനിക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് ദൈവം എന്നെ പരമേൽപ്പിച്ചതാണ്. എന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ സത്യ ഉപദേശം ദൈവം എന്നെ പരമേൽപ്പിച്ചതാണ്, യേശു എന്നെ പരമേൽപ്പിച്ചതാണ് എന്ന് ബോധ്യമുള്ളവർ അതേ ഗൗരവത്തോടെ അവസാന ശ്വാസം വരെയും ഈ ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ആരെങ്കിലും ആ ഉപദേശത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ അവരെ നോക്കി പകച്ചു നിൽക്കരുത്, പതറിപ്പോകരുത്. മറിച്ച് നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം ഏതെങ്കിലും ഒരു സംഘടന ഏൽപ്പിച്ചതല്ല, ഒരു നേതാവ് ഏൽപ്പിച്ചതല്ല, ദൈവം ഏൽപ്പിച്ചതാണ്. യേശു പറഞ്ഞപ്പോൾ എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ച എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ തന്നതാണ്. അത് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാനിവിടെ ഒന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും ശരീരം കൊണ്ടും ബലഹീനനായ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ ആധികാരികമായി എന്റേതായി ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറയുകയല്ല, എന്നോട് പറയാൻ പറഞ്ഞ ദൈവവും അവന്റെ പരിശുദ്ധാത്മാവും ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഡോക്ടറിനെ കുറിച്ച് ഇവിടെ പഠിച്ചപ്പോൾ കേട്ട ഒരു സെന്റൻസ് ജീവിതത്തിൽ മറക്കത്തില്ല. സാറേ, അല്ലെങ്കിൽ സാറേ, ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടത്, ഡോക്ടറിൻ വിത്തൗട്ട് ഡ്യൂട്ടി ഈസ് എ ട്രീ വിത്തൗട്ട് ഫ്രൂട്ട്. ഡ്യൂട്ടി വിത്തൗട്ട് ഡോക്ടർ ഈസ് എ ട്രീ വിത്തൗട്ട് റൂട്ട്. മനസ്സിലായോ? പറയാം. ഉപദേശം ഇല്ലാത്ത പ്രവൃത്തി ഫലം ഇല്ലാത്ത വൃക്ഷം പോലെ. എന്നാൽ തിരിച്ച് ഉപദേശമില്ലാത്ത പ്രവൃത്തി, ഞാൻ തിരിച്ചാണ്, പ്രവൃത്തിയില്ലാത്ത ഉപദേശം ഫലമില്ലാത്ത വൃക്ഷം പോലെ. എന്നാൽ ഉപദേശം കൂടാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇഷ്ടം പോലെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വേരറ്റുപോയ വൃക്ഷം പോലെയാണ്. ഏതിനാ നിലനിൽപ്പുള്ളത്?
കുറഞ്ഞ വർഷം ഫലമൊന്നും കായ്ച്ചില്ലേലും ഉപദേശത്തിന്റെ കാവൽ മാലാഖമാരായി അതിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ കുറച്ചു നാളും കൂടെ ഉപദേശത്തിലും വചനത്തിലും നിലനിൽക്കാം. അതെ, ഉപദേശം ലംഘിച്ചിട്ട് ഉപദേശത്തിന് വിരുദ്ധമായി ആര് എവിടെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഉപദേശത്തെ മാനിക്കുന്ന യേശുവിന്റെ സന്നിധി അവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് വേദ വിദ്യാർത്ഥികളായ എന്റെ ഭൃത്യന്മാരെ, സഹഭടന്മാരെ, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ സുസൂക്ഷ്മം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ, ആമേൻ. ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുക തന്നെ വേണം. ഐ ആം നോട്ട് ഡിസ്കറേജിങ് യു, ബട്ട് അറ്റ് ദ സെയിം ടൈം യേശു ഉപദേശത്തിന് കൊടുത്ത പ്രാധാന്യം എന്നെ ഈ തരുണത്തിൽ ഇതുവരെയും അങ്ങനെ ചിന്തിക്കാൻ ഇടയായിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചപ്പോൾ അത് എന്റെയും ആഗ്രഹവിധമാണ്. ദൈവവചനം വിട്ട് ഒരു കാര്യം കൂടുതലും കുറവും പറയാൻ ഇടയാകാതിരിക്കാൻ ആവോളം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്റെയും ആഗ്രഹം. പ്രസംഗത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ജീവിതമാണെങ്കിലും ദൈവ വചനപ്രകാരമായിരിക്കാൻ അകമഴിഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കുറവുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ പെർഫെക്ഷനിൽ എത്തിയോ എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അത് ജഡ്ജ് ചെയ്യേണ്ട ദൈവമാണ്. എന്നാൽ നമുക്കൊരു കാര്യം തീരുമാനിക്കാം. അത് ഉപദേശം നമ്മെ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ ഉപദേശവുമായിട്ട് കിടന്നുറങ്ങുവാനുള്ളവരല്ല, അതെത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ ഓരോ ദൈവമക്കൾക്കും ഓരോ ദൈവദാസന്മാർക്കുമുള്ള ആ വലിയ ഉത്തരവാദിത്വത്തിന്റെ ദൗത്യവുമായി മുന്നേറുവാൻ ഇന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വളരെ ഭയത്തോടെ ഒരു കാര്യം ഓർക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയാം. ഒരു പക്ഷേ അത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പേര് പറഞ്ഞു. ഞങ്ങളുടെ ബന്ധവുമായി, ഞങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ലോകം മുഴുവൻ ഒരു ഉണർവ് പ്രാസംഗികനായിരുന്നു. എന്നാൽ മകന്റെ കാലം വന്നപ്പോൾ അത് ഉപദേശത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, എന്ത് ഭാഷ വേണമെങ്കിലും പറയാം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ധനത്തിന്റെ ചിന്താഗതിയിൽ ഉപദേശത്തെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന ആ കുടുംബത്തെയും ആ സമൂഹത്തെയും കാണുമ്പോൾ പരിഹസിക്കാൻ ഞാൻ ആരുമല്ല, വിധിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും, അവരുടെ മടങ്ങിയവരവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയും. അത് ചെയ്യുവാൻ നമുക്ക് വേണ്ടിയാകണം. വചനം വിരുദ്ധമായി, വചനം വിട്ട്, ഉപദേശം വിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരെ കുറിച്ച് സോഷ്യൽ മീഡിയകൾ എഴുതി സന്തോഷിക്കുന്നവരായിട്ടല്ല, അവർക്ക് വേണ്ടി മുട്ടിന്മേൽ കണ്ണുനീർ ഒഴുക്കുവാൻ കഴിഞ്ഞാൽ അവരെയും മാറ്റിമറിക്കുവാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതേ ഉപദേശത്തിന്റെ പ്രാധാന്യം വളരെയധികം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ അവിടെ നിന്ന് മുൻപോട്ട് പോവുകയാണ്. മറ്റൊന്ന് കർത്താവിന്റെ പഠിച്ച കാര്യമാണ്. അതും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കിങ്ങനെ 13-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 31 മുതൽ 2 വാക്യങ്ങൾ വായിച്ചാണ്. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കിലൂടെ പ്രാരംഭത്തിൽ അത് പറയുവാനുള്ള വീണ്ടും ഓർപ്പിക്കട്ടെ. യേശു ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ആരുടെ ബിസിനസ്സാണ്? അത്രയെങ്കിലും പറഞ്ഞ പിതാവിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിതാവിന്റെ ബിസിനസ്സിൽ പുത്രൻ ഏർപ്പെട്ടിരിക്കുകയാണ്. പിതാവും പുത്രനുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലാണ്. അതുകൊണ്ട് തന്റെ ആകെ കൂടെയുള്ള ലക്ഷ്യം ഇതാണ്: ദൈവം ആഗ്രഹിക്കുന്ന ഉപദേശം ജനത്തെ പഠിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിങ്ങളും പോയി കൽപ്പിക്കണം. തന്റെ ശിഷ്യന്മാരെ അത് പഠിപ്പിച്ച് അവൻ അത് അയക്കുവാനിടയായി. നമ്മെയും അതിനു വേണ്ടിയാണ് ദൈവം അയച്ചിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചു. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, അതേ കർത്താവ് പറയുകയാണ്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ അതിന്റെ ബാക്കി നിങ്ങൾക്കും പറയാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. സാറ് പറഞ്ഞ പോലെ ഞാൻ ലക്ഷ്യം ചെയ്യുന്നില്ല. എന്നാൽ ഗുഡ് തിങ്. നമ്മളാരും ദൂതന്മാരൊന്നുമല്ല. ഒറ്റ സെക്കൻഡ് കിട്ടിയാൽ പിശാച് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകില്ലേ? നിങ്ങളുടെ മാത്രമല്ല, എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറഞ്ഞ് ആ വചനത്തിൽ ഇൻവോൾവ് ആകുന്നത്. അത് എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം ദൈവത്തിന് മഹത്വം കിട്ടും, എനിക്കതിന്റെ അനുഗ്രഹം കിട്ടും.
ഹല്ലേലൂയ. രാജീവ് സാർ ആയതുകൊണ്ട് പറഞ്ഞല്ല, ഇറ്റ്സ് മൈ നേച്ചർ. ഐ വാണ്ട് ടു ബി ബ്ലെസ്ഡ് ത്രൂ ഹിസ് സെർവന്റ്. അതെന്റെ ആഗ്രഹമാണ്. ഞാൻ ഇവിടെ വന്നത് വെറുതെ അല്ല, എനിക്കും കിട്ടണം. അത് ബിസിനസിനകത്ത് രണ്ട് കാര്യമാണ്, ഗീവ് ആൻഡ് ടേക്ക്. കൊടുക്കുക വാങ്ങുക ബിസിനസിനകത്തതാണ്. അപ്പോൾ യേശു ദൈവത്തിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടപ്പോൾ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ദൈവത്തിന് അത് മഹത്വം ഉണ്ടാകുവാനിടയാണ്. ഹല്ലേലൂയ. ആ ആഗ്രഹം യേശുവിനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടായോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, എനിക്ക് വേണ്ടായോ അത്? ഹല്ലേലൂയ. ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മ ഓർപ്പിച്ചു. ഈ ലോകത്തിൽ വേറൊരു ബിസിനസ്സും നടക്കുന്നുണ്ട്. ഒന്ന് സ്വർഗത്തിന്റെ ബിസിനസ് ആണെങ്കിൽ മറ്റൊന്ന് നരകത്തിന്റെ ബിസിനസ് ആണ്. യെരൂശലേം ദേവാലയം ആയിട്ട് പോലും അവിടെ നരകത്തിന്റെ ബിസിനസ് കൊടികുത്തി വാഴുന്ന സമയത്താണ് എന്റെ യേശു അവിടേക്ക് വന്നത്. അവൻ പ്രേമമായി വേദനിച്ചു. എന്റെ പിതാവിന്റെ ആലയം, എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കച്ചവടക്കാരനെ വാണിഭശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനകത്ത് മറ്റ് പിശാചിന്റെ നരകത്തിലേക്ക് അനേകരെ കൊണ്ടുപോകാൻ ഉത്സാഹിപ്പിക്കുന്ന, സാറേ സോറി ഞാൻ സ്പീഡില്ല, അത് ആ ബിസിനസ്സും കൊണ്ട് ഇന്നും ലോകത്തിൽ പലരും ഇറങ്ങിയിട്ടുണ്ട്. അത് മീഡിയാസിലൂടെയാകാം, മറ്റു പല മാധ്യമങ്ങളിലൂടെയാകാം. എന്നൊന്നും മറന്നു പോകരുത്. അതേ ആലയത്തിന്റെ മേൽ അധികാരമുള്ളവൻ വന്ന് ബിസിനസ്സുകാരെ പുറത്താക്കിയിട്ട് ശുദ്ധീകരണം നടത്തി തന്റെ ദൗത്യം പാവപ്പെട്ട ദൈവജനങ്ങളെ ഏൽപ്പിക്കുന്നതിനാലാണ് ഞാനും ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. നരകത്തിന് പ്രയോജനമുള്ളതൊന്നും നമ്മുടെ വായിൽ നിന്നും വരരുത്, ജീവിതത്തിൽ നിന്നും വരരുത്, അറിഞ്ഞോ അറിയാതെ വരരുത്. ഹല്ലേലൂയ. അഥവാ എന്തെങ്കിലും വന്നാൽ ഉടൻ ശുദ്ധീകരണം പ്രാപിച്ച് അതേ നമ്മെ തന്നെ സമർപ്പിക്കണം. നാം സ്വർഗത്തിന്റെ വക്താക്കളായി മാറുവാനിടയാണ്. ആ പദം നിങ്ങൾ ഓർക്കണമേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതാണ് ബിസിനസിന്റെ ഒരു പ്രത്യേകത. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്? ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് ഇവിടെ വന്നതില് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐ ഡോണ്ട് നോ, യു ഓൺലി നോ, ഐ നോ. എന്താണ്? ഒന്ന്, ഞാൻ ഇവിടെ വന്നത് കൊണ്ട് ഒന്നുകൂടി ഉപദേശം പക്കായാക്കി പോകാൻ ഇടയായി. രണ്ട്, ഞാനിവിടെ വന്നതുകൊണ്ട് കുറച്ചു നേരം ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയായി. അത് സ്വർഗത്തിന് പ്രോഫിറ്റ്. അതുകൊണ്ട് ഇന്ന് പകൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു വേഗത്തിൽ പോകും. എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഭവനത്തിൽ കുടുംബമായിട്ടാണെങ്കിലും വഴിയാത്രയിലാണെങ്കിലും ഇന്നലെ നാം കേട്ടതുപോലെ ദൈവദാസൻ അത് വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല കൂടുതൽ. എന്നാൽ ഞാൻ അതിന്റെ സത്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മെ എപ്പോഴൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുമോ അതെ, അത് ദൈവത്തിന് ഒരു പ്രോഫിറ്റ് തന്നെയാണ്. പലരും ഇതിന്റെ വിലയാണ് കുറച്ച് ഇപ്പൊ പറഞ്ഞില്ലേലും കുഴപ്പമില്ല എന്ന്, സ്തോത്രമൊന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ദൈവമക്കളെ, സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും പലരുടെയും വായൊക്കെ പിശാച് പൂട്ടിയിട്ട് താക്കോലും പോക്കറ്റിലിട്ടുകൊണ്ട് അവനിങ്ങനെ അത് സ്വച്ഛവിഹാരം നടത്തുമ്പോൾ അവർക്ക് വേണ്ടി കരയാനല്ലാതെ ആരെയും പോയി പിടിച്ചു കുലുക്കി ഒരു സ്തോത്രം പറയുന്നതും പറയുകയില്ല, പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാൽ അന്തരംഗത്തിനകത്ത് യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ആരും നിർബന്ധിക്കാതെ കേട്ട വചനം എനിക്ക് വേണ്ടിയാണ്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ ക്ലിയർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ജീവിതമുള്ളവർക്കായി ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വന്നത് തന്നെ ഒത്തിരി സന്തോഷം. കാരണം ഇത് ഒരു ഉണർവ് മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ല, മിഷൻ സമ്മേളനത്തിന് വന്ന. അപ്പൊ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ വന്നിട്ടുണ്ട്. ദൈവദാസന്മാരായാലും കൊള്ളാം, ദൈവം. അപ്പൊ നിങ്ങളെ വിഷമിപ്പിച്ച് വിടുന്നത് ശരിയല്ല, എന്നാൽ സത്യം പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഈ മിഷൻ സമ്മേളനത്തിൽ വന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ആഗ്രഹിക്കാം. യേശു പറഞ്ഞു, പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുക, ഞാനും പിതാവിനെ മഹത്വപ്പെടുത്തുക. എല്ലാം അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ പറയാനായിട്ടുണ്ട്. എന്താണ്? യേശു പറഞ്ഞു, ആമേൻ, പിതാവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞു. അത് ഉപദേശമാണ്. യോഹന്നാൻ 10:30 അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയും, നിങ്ങൾക്ക് 3 ദൈവമാണ്, ഞങ്ങളുടെ നോക്കി ഒറ്റ ദൈവമേ ഉള്ളൂ, അതാണ് സാക്ഷാൽ അല്ലാഹ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ വേദനയോട് ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും ഒക്കുമെങ്കിൽ സമയം അനുവദിക്കുന്നെങ്കിൽ 4 മണിക്ക് രാവിലെ 4 മണിക്ക് തുടങ്ങിയാൽ 8:30, 8:00, 9 അങ്ങനെ സമയം ദൈവസ്ഥലം ഇരിക്കുകയാണ്. അതിനകത്ത് ഒരു പ്രാർത്ഥനാ വിഷയം, ദൈവമേ ഞങ്ങളുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ പിശാച് കൊണ്ടുപോകുവാനിടയാകരുത്, അനുവദിക്കരുത്. ഞങ്ങൾ അവർക്ക് ചുറ്റും വേലി കെട്ടി പ്രാർത്ഥിക്കുകയാണ്.
കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും നമുക്ക് വെല്ലെടുത്ത് പോകാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമല്ല. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച 2 വാക്കുകളാണ്. ഒന്ന്, പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമല്ല, പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിന്റെ മറുപടി കാണുവാൻ, അത് ഉണർവാണെങ്കിൽ, ആത്മാക്കളാണെങ്കിലും നന്മയാണെങ്കിലും അവസരം നൽകുന്ന ദൈവം എന്ന മകൻ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിനുശേഷമായിട്ട് പിന്നെ കർത്താവ് പറഞ്ഞത്, ആരാധന വിഷയം പറയുമ്പോൾ ഗീവട്ടേക്കാണ്, പ്രോഫിറ്റ് കൊണ്ടുവരേണ്ടത് കർത്താവിന്റെ ഉത്തരവാദിത്തമാ, നിങ്ങളുടെ എന്റെ ഉത്തരവാദിത്തമാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 4:23-24, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുകയാണ് തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ബാക്കി പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു. ഇംഗ്ലീഷിൽ ഗോഡ് സീക്സ് സച്ച് വർഷിപ്പേഴ്സ്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇത് ആർക്കാ ഇതൊക്കെ ഇന്ന് വലിയ വിഷയം? ഞാനൊന്ന് പറയട്ടെ സ്നേഹത്തോടെ, ഉപദേശമില്ലാത്ത ഉണർവും ഉണർവില്ലാത്ത ഉപദേശവും രണ്ടും ശൂന്യമാണെന്ന് പറയുന്നില്ല, പക്ഷേ ഹാഫ് ഡൺ, പകുതിയായിട്ടുള്ളൂ. എന്നാൽ ഇത് രണ്ടും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ഥാപനമാകട്ടെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവങ്ങളാകട്ടെ, ഇതുവരെ നിലനിൽക്കുവാൻ കൃപ ചെയ്ത ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ സ്തുതിക്കാം. ചിലയിടത്ത് ഉണർവുണ്ട്, ഉപദേശമില്ല. ചിലർക്ക് ഉപദേശമുണ്ട്, അവർ പാറ പോലെ ഇരിക്കും. ദൈവം സ്തോത്രം പറഞ്ഞാൽ എന്തൊക്കെയോ മോശമാണെന്നുള്ള ചിന്തയാ. നമ്മുടെ ഇടയിൽ അങ്ങനെ ആരെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് തന്റെ വിഷയങ്ങൾ വരുമ്പോൾ താൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവേ, ആവശ്യത്തിനായി സ്വോത്രം 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 സ്വോത്രം. അതിന്റെ ഒരു വകഭേദമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് താൻ കാര്യങ്ങളുടെ വിടുതൽ ഏറ്റെടുത്തത് കേട്ടവരാണ് ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ ദൈവം ഒരു കൃപ തന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങളെ വളരെ പ്രചോദനമാക്കി ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാത്ത നിലയിൽ അത് ജീവിതത്തിൽ എഴുതി വെക്കുവാൻ ഇടയായപ്പോൾ എന്റെ ശ്രോതാക്കൾ അത് ഇന്ന് എത്ര പേരുണ്ടെന്നുള്ളത് എനിക്ക് വിഷയമല്ല. കുറച്ചുപേരെ ഉള്ളെങ്കിലും ദൈവസന്നിധിയില് വിഷയങ്ങളുടെ മധ്യത്തില് ദൈവത്തെ സ്തുതിപ്പാൻ തീരുമാനിച്ച് മടങ്ങി പോകുന്നവർക്ക് മൊത്തം എന്റെ സ്വർഗത്തിൽ ദൈവത്തിന് പ്രോഫിറ്റാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യത്വം മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ദൈവമക്കളെ, ഈവാണ്ടേക്കാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലുണ്ടല്ലോ നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. ലാഭം എത്ര വരും, എങ്ങനെ വരും എന്ന് എനിക്കറിയത്തില്ല. എന്റെ ലാഭം മൊത്തം എന്താണ്? പൈസയല്ല, അത് പിശാച് കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ ലാഭം എന്താണ്? ദൈവം നമുക്ക് തന്ന ആയുസ്, ആരോഗ്യം, സമാധാനം, സന്തോഷം, ദൈവകൃപ, അഭിഷേകം, ഇതെല്ലാമാണ് നമ്മുടെ പ്രോഫിറ്റ്. നാം ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ദൈവം ഇന്ന് പകലിലൂടെ വന്നിട്ടുണ്ട്. അതിന്റെ മധ്യത്തിൽ ആരെങ്കിലും വേദനയോടാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രശ്നം നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഇന്നലെ നാം കേട്ടതുപോലെ അതിനെ അഭിവേദിക്കുവാനുള്ള കൃപ എന്ന 2 അക്ഷരം വളരെ പര്യാപ്തമാണ്. ഇന്ന് നമ്മൾ ആ കൃപ പ്രാപിച്ചുകൊണ്ട് പുതിയ ഒരു ബലത്തോടെ മടങ്ങുവാൻ, പുതിയ ശക്തിയോടെ മടങ്ങുവാൻ, അഭിഷേകത്തോടെ തന്നെ മടങ്ങുവാൻ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. ഞങ്ങൾക്ക് വാക്കുകൾ പറയുവാനേ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവാണ് ഹൃദയങ്ങൾ രൂപാന്തരപ്പെട്ടത്. ഇനിയും അവിടെ നിൽക്കുവാനായിട്ട് സമയമില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന് പറഞ്ഞേക്കാം. അത് ഒട്ടും തെറ്റായിരിക്കാൻ ഞാൻ നോക്കിയാ പറയുന്നത് കേട്ടോ. കാരണം എന്റെ ഏതാണ്, എന്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറയുള്ളൂ. അതിങ്ങനെയാണ്, ദൈവമേ എന്റെ ചെലവിൽ നിനക്ക് മഹത്വം വരുത്തണമേ. ഞാൻ പറയുന്നില്ല, ദൈവമേ എന്റെ ചിലവിൽ നിനക്ക് അങ്ങക്ക് മഹത്വം വരുത്തണമേ. അതിന്റെ ചിലവ് എന്തായാലും ഞാൻ തന്നോളൂ. ഞാൻ തരാൻ തയ്യാറാണ്. തന്നുകൊള്ളാന്നല്ല, ഞാൻ തരാൻ തയ്യാറാണ്. അതിന്റെ ചിലവ് എന്താണെങ്കിലും നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ആ ദൈവഭക്തൻ കൂടെ, എനിക്കറിയത്തില്ല ആരാ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ദൈവമേ എന്റെ ചെലവിൽ നിനക്ക് മഹത്വം ബാക്കി പറഞ്ഞാട്ടെ വരുത്തണമേ. ചിലരുടെ മുഖം കണ്ട് പറയുന്നു, വിശക്കുന്ന ഭാഷ, ഉപവാസത്തോടെ എവിടെ നിൽക്കുന്നത് ഇന്നലെ. കാരണം എന്താ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ ചെലവ് എന്താണെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്.
അടുത്തത്, ഞാൻ അതിന്റെ ചെലവിന് അതിന് വെക്കുകയില്ല. അതിന് വെക്കരുത് കേട്ടോ. ഞാൻ ലീഡ് ചെയ്യുമ്പോ ഞാൻ സ്വത്രം പറഞ്ഞാൽ മതി, അതെന്റെ അതിരാ. എന്റെ ഭർത്താവ് പ്രസംഗിക്കുമ്പോ ഞാൻ സ്വത്രം പറയും, അതെന്റെ അതിരാ. ഞങ്ങളുടെ സഭയിൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോ ഞാൻ സ്വത്രം പറയും, അത് അതിരാ. അതിൽ വെക്കരുത്, അതിൽ വെക്കരുത്. ഞാൻ അതിൽ വെക്കുകയില്ല. മാത്രമല്ല വില പറയത്തില്ലെന്ന്, വിലപേശത്തില്ല. അതിന്റെ അർത്ഥം ഭയങ്കരമാകട്ടോ, അത് പറയാൻ സമയമില്ല. എന്ത് വന്നാലും നിന്നെ തന്നെ മഹത്വപ്പെടുത്തണമേ. എന്ത് വന്നാലും നിന്നെ തന്നെ മഹത്വപ്പെടുത്തണമേ. 2015 ഞാനിത് പരസ്യമായി എന്നെ ഏൽപ്പിച്ചതായ ദൈവങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അതിനുശേഷം ഉണ്ടായതായ തീയുടെ അഗ്നി പരിശോധനകളിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു. വേണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ മഹത്വം പോകുന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശമുള്ളപ്പോഴും എന്റെ അവകാശത്തെ ഞാൻ കാറ്റിൽ പറത്തിക്കൊണ്ട് മുട്ടിന്മേൽ ദൈവസന്നിധിയിൽ നിന്നിട്ട് പറഞ്ഞത്, എന്റെ ദൈവമേ, ഞാൻ നിമിത്തം അങ്ങയുടെ നാമത്തിന് അപമാനം വരുവാൻ ഇടയാകരുത്. ചിലപ്പോൾ നിന്ദകൾ ഏൽക്കേണ്ടി വരും, അതാ കൊടുക്കുന്ന വില. ചിലപ്പോൾ പരിഹാസം ഏൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരും, ചിലപ്പോൾ തഴയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാം, മറക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ ശക്തമായി ദൈവമായി പറയട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ നാം എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ആ മാന്യത മടക്കി തരുന്ന ദൈവമാണ്. ഇന്ന് പകൽ എന്നോട് കൂടെ ആര് സ്റ്റേറ്റ്മെന്റ് പറയും? നിങ്ങൾക്ക് ഓർക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ, സമയത്തിന് അതേ പരിമിതികളുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മൂന്നാമത്തതാണ്. ഒന്ന്, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം. രണ്ട്, ദൈവത്തിന്റെ മഹത്വം ഉയർത്തുന്നതിലൂടെ ദൈവത്തിന് നമ്മൾ പ്രോഫിറ്റ് കൊണ്ടുവരുന്ന ബിസിനസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കണം, കോ വർക്കേഴ്സ് ആയിരിക്കണം. ഞാൻ നിങ്ങളും വിശ്വാസിയാകട്ടെ. ദൈവദാസൻ പറഞ്ഞു, അതെ, ആരുമാകട്ടെ, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് വളരെ നന്നായിട്ടത് പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് 43:21 പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ മഹത്വത്തിനായി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ കീർത്തിക്കട്ടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെന്റൻസ്. ഒന്നുകൂടെ പറയാം, യെശയ്യാവ് 43:21. എന്റെ മഹത്വത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന, സൃഷ്ടിയുമുണ്ട്, നിർമ്മാണമുണ്ട്, അത് വിശദീകരിക്കും, നിങ്ങൾക്കറിയാം. അവർ എന്റെ മഹത്വം വർണ്ണിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും മൗനമായിരിക്കരുത്. എന്തിനു മൗനമായിരിക്കണം? അവൻ നമ്മളെ രക്ഷിച്ചു. അവൻ നമുക്ക് കഴിയാത്തതൊക്കെ ചെയ്തു തന്നു, നമുക്കില്ലാത്തതൊക്കെ തന്നു. അയോഗ്യതകൾ കണക്കിടാതെ നമ്മളെ മാനിച്ചെങ്കിൽ ആര് ആ മഹത്വം അവന് പ്രോഫിറ്റ് ആയി തരുവാൻ തങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്യും. ദൈവത്തിലെ ഞാൻ ഈ കാര്യത്തിൽ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത്, നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവിടെ മണ്ണിട്ടാതിരിക്കും. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം ദൈവത്തെ ശ്രദ്ധിക്കണം. സംതിങ് വെരി സില്ലി. അത് പാടില്ല. ഞാൻ ആര് പ്രസംഗിച്ചോട്ടെ, ഞാൻ സ്തുതിച്ചോണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം കൂടുമായിരിക്കും, കൂടട്ടെ. അദ്ദേഹത്തിന് അടുത്തൊരു ചാൻസ് കൂടെ കൊടുക്കുമായിരിക്കും, കൊടുക്കട്ടെ. നീ ദൈവത്തിന് പ്രോഫിറ്റ് കൊണ്ടുവന്നാൽ നിനക്ക് ദൈവം പ്രോഫിറ്റ് തരുന്ന ദൈവമാണ്. മൂന്നാമത്തെ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ആത്മാക്കളാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ്. ആത്മാക്കളാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ്. സ്വർഗത്തിൽ ഇതുപോലെ വിലയുള്ള ഒരു സാധനം വേറെയില്ല. സാധനം പറഞ്ഞത് ഒരു വസ്തു വേറെയില്ല, ഒന്നും വേറെയില്ല. എന്താണ്? ഭൂമിയിലുള്ള സകലതും വിറ്റാലും ഒരാത്മാവിനെ വാങ്ങുവാൻ കഴിയാത്ത വിലയില്ല. അതിന്റെ വില വലുതാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കണം. അത് മനസ്സിലാക്കിയ ദൈവദാസന്മാരുമാണ് ലോകത്തിൽ. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പണം സമ്പാദിക്കാൻ വേറെ വഴികൾ ഉണ്ടായിട്ടും അവർ മനസ്സിലാക്കി, ഇല്ല, ഇതുപോലെ ശ്രേഷ്ഠമായ വേറൊന്നുമില്ല. ഞാനും അങ്ങനെ തീരുമാനിച്ചു. എന്റെ ജ്യേഷ്ഠന്റെ കാര്യമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്നാൽ എനിക്ക് ഇന്നും തോന്നിയിട്ടില്ല, അയ്യോ ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേറൊന്നും ഇല്ലല്ലോ എന്ന്. ആവശ്യത്തിനുണ്ട് താനും. അത് മാത്രമല്ല, ഞാനിങ്ങനെ പറയാം, അദ്ദേഹത്തെക്കാട്ടി സമ്പന്നനാണ് ഞാൻ. കാരണം ഒരാത്മാവിനെ നേടിയാല് മുഴുവൻ ലോകം നേടുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് യേശുവിനുണ്ടായിരുന്നു. അപ്പോ അതിനെക്കുറിച്ച് പറയുവാൻ നമുക്കറിയാം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാൻ 4:34. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. എന്താ കാരണം? ഏത് കോണ്ടസ്റ്റ് ആണെന്ന് നമുക്കറിയാം.
ഹല്ലേലൂയ. ദൈവങ്ങളെ, ശബരിയക്കാരന്റെ സ്ത്രീക്ക് വേണ്ടി 60 കിലോമീറ്റർ നടന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് അറിയത്തില്ല. വെള്ളം ബോട്ടിൽ നമ്മുടെ കയ്യിലാണ് ഇപ്പൊ വെള്ളം കൊണ്ട് വെച്ചു. ഇവിടെ അന്ന് ബോട്ടിലൊന്നുമില്ല. ദാഹിച്ചിങ്ങനെ നടന്ന് വരിക. എന്തിനാ വന്നത്? ഒരു ലോകത്തെക്കാളും വിലയുള്ളതായ ആ സ്ത്രീയുടെ ആത്മാവിനെ നേടുവാനായിട്ട്. ഈ ഒരു ഭാരം നമ്മുടെ അകത്തുനിന്ന് വന്നാൽ വെറുതെ നമ്മൾ ഇരിക്കത്തില്ല. ഒന്നുകിൽ കരഞ്ഞു പ്രാർത്ഥിക്കും, അല്ലെ അയൽവാസികൾക്ക് പറയും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ യേശു അന്ന് സഹിച്ച ആ വേദന അവനൊരിക്കലും നഷ്ടമായി തോന്നിയില്ല. മറിച്ച് അവൻ മനസ്സിലാക്കി 60 കിലോമീറ്റർ നടന്നത് കൂടുതലല്ല, രാവിലെ ഫാസ്റ്റിംഗ് ആയിരുന്നത് കൂടുതലല്ല, ഒറ്റയ്ക്ക് അവിടെ വന്നിരുന്നത് കൂടുതലല്ല, മറിച്ച് ആത്മാവിനെ എനിക്ക് ലഭിച്ചത് കൊണ്ട് അത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്രോഫിറ്റാണ്. നമുക്കും അങ്ങനെ ഒരു ചിന്ത വേണ്ട. എനിക്ക് നഷ്ടം വന്നാലും വേണ്ടിയല്ല. അത് ഞാനോട് പറഞ്ഞിരുന്നല്ലോ, ദൈവത്തിന് പ്രോഫിറ്റ് ഉണ്ടാകണം. അത് ദൈവത്തിലെ ഒരു കാര്യം ഞാൻ ബ്രാക്കറ്റിലൊക്കെ പറയുകയാണ്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ച വാക്യം നിങ്ങളൊന്നും മറക്കല്ലേ. അവിടെ ഇരിക്കുന്നത് അവൻ പുറപ്പെട്ടു പോയതിനു ശേഷമാണ് യേശു പറഞ്ഞത്, പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ പിതാവിനെ മഹത്വപ്പെടുന്നത്. അപ്പോൾ അവിടെ ദൈവം പല കാര്യങ്ങൾ പഠിപ്പിച്ചു. 2-3 കാര്യങ്ങൾ ആ 13-ാം അധ്യായത്തിലുണ്ട്. 1 12-ലുണ്ട്. 12-ൽ ഇതാണ്, ഗോതമ്പമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കുന്നു, ചത്തുവെങ്കിലോ അത് പോട്ടെ. രണ്ടാമത്തെ എന്താണ്? യേശു അതേ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവൻ അരയിൽ ഒരു തുവർത്ത് ചുറ്റിയിട്ട് അവന്റെ അങ്കി അപ്പുറത്തുള്ളതായ അകത്ത് വരെ വസ്ത്രമുണ്ടെന്ന് നമുക്കറിയാം, പുറമെയുള്ള അങ്കി മാറ്റി വെച്ചിട്ട് അരയിൽ തുവർത്ത് കെട്ടി ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തയ്യാറാകുമ്പോൾ എന്റെ യേശുവിനറിയാം, ഇത് നിമിത്തം എന്റെ പിതാവിന് മഹത്വം ഉണ്ടാകും. ഇങ്ങനെ ഓർത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ PM ഒരു ചൂലെടുത്ത് റോഡ് തൂത്താല് പിറ്റേ ദിവസം പേപ്പറിൽ മൊത്തം വരും, യൂട്യൂബിലെല്ലാം വരും. എന്താ അദ്ദേഹം മാന്യനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഈ ചെറിയൊരു കാര്യം ചെയ്തതിൽ എല്ലാവരും അഭിനന്ദിക്കും. എന്നാൽ നമ്മളൊക്കെ ആയിട്ട് നമ്മൾ തൂക്കുകയല്ല, റോഡ് കഴിയുക പോലും ആരും അറിയത്തില്ല. കാരണം നമുക്ക് അതിനുള്ള വിലയുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് വിലയുള്ളവനായിട്ടും അവൻ ബലവാനായിട്ടും അവൻ രാജാതിരാജാവായിട്ടും അവൻ കർത്താവായിട്ടും അതേ തന്റെ ശിഷ്യന്മാർ ഇൻക്ലൂഡിങ് അവനെ ഒറ്റപ്പെടുക്കുവാൻ തയ്യാറായ യൂദായുടെ കൂടെ കാല് കഴുകി യേശു നമുക്കൊരു മാതൃക കാണിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ യേശു ബിസിനസ്സിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അത് യൂദായെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ ഒളിഞ്ഞും തിരിഞ്ഞൊക്കെ കർത്താവ് പറഞ്ഞു, എന്താ അവൻ വിഷമം ഉണ്ടാകരുത്. എന്നാൽ അവനറിയാം, ഹല്ലേലൂയ, യൂദായെ നിനക്ക് ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പത്രോസ് അന്നേരെ കഴുത്തി പിടിച്ചേനെ യൂദായെ. എന്നാൽ യേശു അത് പറഞ്ഞില്ല. കാരണം എന്താണ്? അവനെ വിട്ടേരെ, അവനല്ല, അവന്റെ അകത്ത് പ്രവർത്തിക്കുന്ന പിശാചാണ് അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നുള്ളത് പിന്നെ വചനത്തിന്റെ നിവർത്തിയിൽ സംഭവിക്കണം. എന്നാൽ അവര് വിചാരിച്ചു യൂദായുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ബിസിനസ് വാങ്ങിക്കാനായിട്ട് യേശു പറഞ്ഞാണെന്ന് വിചാരിച്ചത്. യേശു അവനെ അവിടെ അത് ആരോപണത്തിനായിട്ട് അവസരം കണ്ടെത്തിയില്ല. മറിച്ച് അവന് ഇനി ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. നന്നാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ നന്നാകട്ടെ, മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകട്ടെ. എന്താണെങ്കിലും ആ യൂദാ ഉൾപ്പെടെ നശിച്ചു പോകാതെ സ്വർഗ്ഗത്തിന് പ്രയോജനമായി പ്രോഫിറ്റായി മാറ്റണമെന്നുള്ള എന്റെ യേശുവിന്റെ ആഗ്രഹമാണ് അവനെ അപ്രകാരം സംസാരിക്കുവാൻ പ്രേരിപ്പിച്ചത്. പോയ ശേഷമാണ് കർത്താവ് ഈ കാര്യം ഇതുവരെ ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത് അനേക മഹത്വം ഉണ്ടായി, ഇനിയും അതേ ഞാൻ എന്റെ ക്രൂശീകരണത്തിലൂടെയും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കും. അതൊരു വലിയ വിഷയമാണ്. ഞാൻ 1-2 വാക്കുകൾ കൂടെ പറഞ്ഞ് നിങ്ങളുടെ ആ പരമാർത്ഥ മനസ്സിനെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 15:7 യേശു പറഞ്ഞ എന്താണ് നമുക്കറിയാം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുകയാണ്. പ്രോഫിറ്റ് വന്നാൽ ആരാ സന്തോഷിക്കാത്ത? ലോസ് ആണെങ്കിൽ ഇപ്പം ചിലരൊക്കെ ഇരിക്കുന്നല്ലോ, എല്ലാവരും കേട്ടോ ഇരിക്കത്തുള്ളൂ. എന്നാൽ പ്രോഫിറ്റ് ആണെങ്കിൽ അവൻ സന്തോഷിക്കുവാനിടയാകും. ആര് പ്രസംഗിച്ചെന്നുള്ള വിഷയമല്ല, പ്രസംഗത്തിലൂടെ സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഞാനും അതിന്റെ ഷെയർ ഹോൾഡർ ആവും. ഇന്ന് ഷെയർ ഹോൾഡിംഗിന്റെ ലോകമാണ്, അതിൽ നമുക്കും പങ്കാളികളാകാം. ഇവിടെ കൺവെൻഷന് 99 പേര് വന്നു, വിശ്വാസികൾ, ഒരു പാവി വന്നു. നമ്മൾ ആരോടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്?
അതെ, നമ്മുടെ വിശ്വാസികൾ നമുക്ക് ദശാമിയൊക്കെ ആയിട്ട് സംസാരിക്കാതാണോ ഈ പുള്ളി ഏതാന്ന് പോലും അറിയത്തില്ല. എന്നാൽ ഞാൻ പറയേണ്ടത്, നിങ്ങൾ ഇരിക്കുന്നതിന്റെ അടുത്തൊരു അവിശ്വാസിയാണ്, വാതുറക്കാത്ത വ്യക്തിയാണ്, ദൈവത്തെ സ്തുതിക്കാത്ത വ്യക്തിയാണ്. പോകുന്നതിനും അവരോട് പേര് ചോദിച്ച് എവിടാ എപ്പോഴെങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ച്, അഥവാ ഭാവിയാണെങ്കിൽ രണ്ടു വാക്ക് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ട ഒരു സഹോദരിയാണെങ്കിൽ അവർ സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ്. പ്രായോഗിക ജീവിതമാണ്. നമുക്കറിയാം, വഴിത്തലക്കൊക്കെ നിന്ന് പ്രസംഗിച്ച അമ്മച്ചിമാരുടെ കാലം കഴിഞ്ഞു. അവരൊക്കെ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇന്നാര് തയ്യാറാകും? കേരളത്തിലാണേലും വേണ്ടിയല്ല, നെല്ലിമുകളിലാണേലും വേണ്ടിയല്ല, മണക്കാലിലാണെങ്കിലും വേണ്ടിയല്ല, ഇനിയും ബാക്കിയ ഭാവികൾ ശേഷിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ എനിക്ക് നഷ്ടമാണെങ്കിലും, അഭിമാനം നഷ്ടമായാലും, പൈസ നഷ്ടമായാലും എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരാഴ്ച എല്ലാവർക്കും ദൈവം കൃപയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേജ് കിട്ടിയിരുന്നിരിക്കും. നോ വറി. അതിനുള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന മുമ്പ് ഹല്ലേലൂയ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് കഥാ പറഞ്ഞു, ഞാൻ അത് നേരത്തെ സംസാരിച്ചു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ അതെല്ലാം ഇട്ടേച്ച് പോകത്തേ. എന്നാൽ നമ്മൾ നേടുന്ന ആത്മാക്കളെ നമുക്ക് നിത്യത്തിൽ കാണാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അതാണ്. ഇപ്പൊ ഹല്ലേലൂയ, ഞാൻ കോടികൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഒന്നീ ബാങ്കിൽ കിടക്കും. ആരും അവകാശികളിൽ ബാങ്കുകാർ അനുഭവിക്കും. അതെല്ലാം അവകാശമുണ്ട്, അവരനുഭവിക്കും. നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടിട്ട് പോയാൽ, ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ സ്പർശം എന്താണ്, അത് അടുത്ത തലമുറയെ അലസന്മാരാക്കാനുള്ള നല്ലൊരു വഴിയാണ്. കാരണം ജോലിയൊന്നും ചെയ്യണ്ട, വീട്ടിൽ നിന്ന് വെറുതെ കഴിച്ചാൽ മതി. എന്നാൽ അത് കഷ്ടപ്പെട്ടാണെങ്കിൽ കർത്താവിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രശംസിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമുക്ക് ഒരു 10 ആത്മാക്കൾ, ഒരു 100 ആത്മാക്കൾ ദൈവസ്ഥലെത്തിയാൽ അത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രോഫിറ്റ്. എനിക്ക് നഷ്ടമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സ്വർഗത്തിന് പ്രയോജനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് പോയി ട്രാക്ട് കൊടുത്ത് തുടങ്ങിയതാണ്. അത് ഒരു ദേവദാസനെ അവിടെ വെച്ച് തന്നു. അതിങ്ങനെ പിന്നീട് നാഗപ്പൂർ 6 വർഷം ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ 3 വർഷം ഉണ്ടായിരുന്നു. അത് ബാക്കിയെല്ലാം ഗുജറാത്തിലാണ്. ഞാൻ ചെല്ലുമ്പോഴോട് 7 സഭകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴ് ആ ഗുജറാത്തിൽ മൊത്തമായിട്ട് മലയാളം ഹിന്ദി കൂടെ ചേർത്ത് 150 സഭകളും. അതിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു മഹാരാഷ്ട്ര. അവിടെ ഇപ്പം 100-100 ദേവദാസന്മാരുണ്ട്. അത് മാത്രമല്ല മറ്റുള്ളതായ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആ ഏരിയകളിലെല്ലാം കർത്താവിന്റെ കൃപയാൽ ദേവദാസന്മാരെ തന്നു. ഞങ്ങളുടെ കൂടെ വന്ന സ്ഥലങ്ങൾ, മിഷൻ വീടുകൾ ചിലതൊക്കെ സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ബാലനായി ജീവിച്ചു വന്നപ്പോൾ ഏത് വിധത്തിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും യേശുവിനെ പരിചയപ്പെടുത്തി അവന്റെ സാക്ഷ്യം വഹിക്കണം, ആത്മാക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ഒറ്റയ്ക്ക് പാവപ്പെട്ടവനായ, ഏറ്റവും ബലഹീനനായ, കഴിവില്ലാത്ത ഞാൻ പോയെങ്കിലും എന്റെ കർത്താവ് ഇന്ന് ദേവദാസൻ സാറിന്റെ നേതൃത്വത്തിലും സഹായ സഹകരണങ്ങളുടെയും അവൻ ദേവദാസന്മാരെ ആ ദേശങ്ങളൊക്കെ എഴുന്നേൽപ്പിച്ച് അവർ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നത് കാണുമ്പോൾ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്യുമെന്നുള്ള വിശ്വസ്തത ഇവിടെ നിന്നുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുവാൻ ദൈവാത്മാവ് സഹായിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അലക്സ് സാറിന്റെ ആത്മഭാരം. എന്താ പറഞ്ഞാലും അദ്ദേഹം ആത്മാക്കളുടെ കാര്യം പറയും. ഇപ്പോഴത്തേക്ക് അറിയത്തില്ല, കുറച്ചാളെ കേട്ടിട്ട്. അതേ ആത്മഭാരത്. അതുകൊണ്ടല്ല ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിട്ടൊക്കെ കൊച്ചു കാര്യമാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ നിൽക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തിലെ നഷ്ടമായാലും, ജിമ്മലി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടല്ലോ, നഷ്ടമാകാത്ത ഒന്നിനു വേണ്ടി നഷ്ടമാകുന്ന ഒന്നിനെ നഷ്ടമാക്കുന്നവൻ ഒരിക്കലും ഭോഷനല്ല. ജോൺ പാസ്റ്റർ പറഞ്ഞതല്ലേ? അത് നമുക്ക് ഈ ജീവിതം, ഇവിടെ ശരീരത്തിലെ ജീവിതം നഷ്ടമാകാൻ പോവുക. എന്നാൽ നഷ്ടമാകാത്ത ഒന്നാണ് നമ്മുടെ ആത്മാവ്. ആ നഷ്ടമാകാത്ത ആത്മാവിന് വേണ്ടി നഷ്ടമാകുന്ന, എന്തായാലും നഷ്ടമാകും, പണം നഷ്ടമാകും, ആരോഗ്യം നഷ്ടമാകും, സമയം നഷ്ടമാകും. എന്നാൽ നഷ്ടമാകാത്തതിന് വേണ്ടി നഷ്ടമാകുന്നവന് അതിനെ നഷ്ടപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും കേട്ട് നമ്മൾ ആരും ദുഃഖിച്ച് ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കല്ലേ. ആ പുള്ളിയെ പോലെ എനിക്കില്ലല്ലോ, ഇനി എന്ത് ഞാൻ അങ്ങനെ ആയിത്തീരും, അയ്യോ കഷ്ടം. അതിന്റെ ഒന്നും ആവശ്യമില്ല, മറിച്ച് നമുക്ക് ആഹാരം ഉണ്ടെങ്കിൽ, ഞാൻ എനിക്ക് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇപ്പം റൊട്ടി ചപ്പാത്തിയൊക്കെ കഴിക്കാനുള്ള ഒരു ചെറിയ തുക കിട്ടും. പിന്നെ എന്തെങ്കിലും അതെന്താ പറഞ്ഞത്, 2000-കളിലാണ്, 2005-2006 ശേഷമാണ് ഞങ്ങൾ ഈ ഗ്രാമപ്രവർത്തനം ആരംഭിച്ചത്. മക്കളെ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഇപ്പൊ ആഹാരം കഴിക്കണമെന്ന് കിട്ടുന്നത് ധാരാളം മതി, ഐ എം സാറ്റിസ്ഫൈഡ്. അതിനുശേഷം പിന്നെ ഇതും കൂടെ പറഞ്ഞു, കർത്താവിന്റെ വേല എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് എപ്പോഴെങ്കിലും ദൈവത്തിന് താല്പര്യം തോന്നുമെങ്കിൽ അന്ന് തന്നോളൂ, ഞാനത് അങ്ങയുടെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ ആവോളം ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ ലോക്കൽ കൺവെൻഷൻ
കൺസ്ട്രക്ഷന് വേണ്ടി ചെറുപ്പത്തിൽ നിക്കറുമിട്ടോട് നമുക്ക് 2 രൂപ കൊടുത്ത് ആരംഭിച്ച ആ ദാനം ഇപ്പോൾ 2 ലക്ഷത്തിലധികമായി മാസം ചിലവഴിക്കുമ്പോഴും അതൊരു അധികപ്പെട്ടായിട്ട് തോന്നാറില്ല. എന്തിനാ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നൊന്നും തോന്നിയിട്ടില്ല. വിശാലി തോന്നിപ്പിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു പോയിന്റ് ഇപ്പോൾ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത് എന്താണ്? നമ്മുടെ നഷ്ടത്തെക്കാൾ സ്വർഗത്തിന് പ്രയോജനമായി തീരണം, പ്രോഫിറ്റബിൾ ആയി തീരണം. അത് ദൈവത്തിന്റെ ഒരു ബിസിനസ് ആണ്. ഇത് എന്നെ കൂടെ ഏൽപ്പിക്കുവാൻ, അതിന്റെ പങ്കാളിയാകുവാൻ, പാർട്ട്ണർഷിപ്പിൽ വരുവാനായിട്ട്, ഷെയർ ഹോൾഡറായി തീരുവാൻ എനിക്ക് ദൈവം അവസരം തന്നെങ്കിൽ ഇതുപോലെ വേറൊരു ഭാഗ്യമില്ല. കർത്താവിന്റെ വേല ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യത്തെക്കാൾ വേറൊരു ഭാഗ്യമില്ല എന്ന് ഓർക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് താല്പര്യമുള്ളവർക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള പുതിയ സമർപ്പണത്തോടെയാകാം. നോർത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് 5 മണിയുടെ ബസ് പിടിച്ച് 150-200 കിലോമീറ്റർ ഒക്കെ ബസ്സിൽ യാത്ര ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള നന്മ അവർക്ക് കൊടുത്ത് അവരുടെ സാക്ഷ്യവും കേട്ട് കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവരെ പ്രചോദിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്വത്രാജൊന്നും കിട്ടത്തില്ല, അങ്ങോട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. എന്നാൽ അതൊരു സന്തോഷം. കർത്താവിന് മഹത്വം ഉണ്ടാകാൻ, സ്വർഗത്തിന് മഹത്വം ഉണ്ടാകുവാൻ, ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ, ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ട് ഇന്ന് പകലില് ദൈവമക്കളെ, ദേവദാസന്മാരെ, ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയപ്പോഴും ആ നടുവ് കുഴിഞ്ഞ കട്ടിലയിലാണ് അവിടെ പോയി കിടന്നത്. ഹല്ലേലൂയ. ഒരു കട്ടിലുണ്ടായിരുന്നു, അത് ദേവദാസന് കൊടുത്തു. അദ്ദേഹം വളരെ വിഷമിച്ചാണ് അവിടെ കിടന്നാല്. നടുവ് കുഴിഞ്ഞ കട്ടിലയിലാണ് കിടക്കുന്നെങ്കിലും ഉറക്കത്തിന് ഒരു കുറവില്ല. ഇത്ര നല്ല കട്ടിലുണ്ടെങ്കിലും എത്രയോ പേർക്ക് ഉറക്കം വരാതെ രാത്രി മുഴുവൻ ഇങ്ങനെ എണ്ണി കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമുക്ക് വേണ്ടി തന്നതല്ല, സ്വർഗത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കുവാനായിട്ടാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും അതകം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. വിശേഷം ഓർക്കലത്തിൽ ഞാൻ എന്തുണ്ടാക്കിയെന്നുള്ള ചിന്ത ഇവിടെ ഇരിക്കുന്ന ആരെയും ദയവേത് ഭരിക്കരുത്, മറിച്ച് എന്റെ കർത്താവിന് വേണ്ടി എന്ത് ജീവൻ എനിക്കിടുക എന്നുള്ള ആ ഭാഗ്യമോർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കൃപ ഓരോന്നാണ്. ചിലർക്ക് 5 താലന്ത് കൊടുത്തു, ചിലർക്ക് 2 താലന്ത് കൊടുത്തു, ചിലർക്ക് 1 താലന്ത്. അപ്പോൾ 5 താലന്ത് നേടിയ ഒരു വ്യക്തി അവൻ ചെയ്ത് വ്യാപാരം ചെയ്യുന്നു. അല്ലേ? വ്യാപാരം. മക്കളെ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുക അവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത് കപ്പാസിറ്റി എന്ന ഇംഗ്ലീഷില് പ്രാർത്ഥിക്കനുസരിച്ച് നമ്മളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട വിശ്വാസിനിയാണെങ്കിലും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ ഫ്രണ്ട് ഫീൽഡില് അതേ മുൻനിരകളിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കുകയാണ്. രണ്ടെങ്കിൽ 2, ഒന്നാണെങ്കിൽ 1. എന്നാൽ അവിടെ 1 തന്നവനെ പോലെ നമുക്ക് ആർക്കും വരാൻ ഇടയാകരുത്. അവൻ ദൈവത്തെ ന്യായം വിധിച്ചിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നാല് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ആയുസിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. താലന്തുകളുടെ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മെ ഫലമേൽപ്പിച്ച നന്മകളുടെ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ദശാംശം നമ്മൾ എടുത്തിട്ട് ബാക്കി അവന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പ്രാഗൽഭ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉയരുവാൻ ദൈവം ഇടയാക്കിയത്. ഹല്ലേലൂയ. അതുപോലെ നാം ഓരോരുത്തരും നമുക്ക് ദൈവത്തിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. ആ വിധത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രോഫിറ്റബിൾ ആയി തീരുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദാസന് ഒരു ചെറിയ ന്യായവിധിയുടെ സ്വരം ചേർത്തുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്തത്. അല്ല, നമുക്ക് തോന്നുക ഇത്ര നല്ലൊരു 100% അത് ന്യായം വിധിക്കുമെന്നോ അല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് വിഷമം തോന്നി. ശരിയാണെങ്കിലും സത്യം മറച്ചു വെക്കാൻ പാടില്ലല്ലോ. എന്താണ് 1 താലന്ത് നേടിയവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? അവരെ പിടിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടാൻ പറഞ്ഞിരിക്കുമ്പോൾ ഓർക്കണ ദൈവമക്കളെ, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഇത് ബാധകമാകട്ടോ. ഞാൻ എന്റെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് വേണേ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ പറയാം. ഞാൻ വളരെ ഭയത്തോടാണ് കർത്താവിനെ സേവിക്കുന്നത്. അപ്പൊ ദൈവം എന്റെ പോക്കറ്റിലൊന്നുമല്ല. ഞാൻ 44 വർഷമായി വേല ചെയ്ത് നേരിച്ച് എനിക്കിഷ്ടം പോലെ എന്റെ സമയത്തെയും എന്റെ കയ്യിൽ വരുന്ന നന്മയെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വളരെ പ്രാർത്ഥനയോടെ, വളരെ താഴ്മയോടെ, വളരെ കൃപയോടെ ദൈവസന്നിധിയിൽ അവൻ തരുന്ന നന്മകൾ ഉപയോഗിച്ച് അത് ദൈവരാജ്യത്തിന് വേണ്ടി വ്യാപാരം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. അവന്റെ കൃപയാലൊന്ന് മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വിളി കേൾക്കേണ്ടി വന്നാൽ
അത് തെറ്റിദ്ധരിച്ച് വിളിക്കപ്പെടുന്നവരാകല്ലേ. ഇങ്ങനെ വിളി കേൾക്കാം, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ. ദൈവത്തിലെ ദേവദാസൻ പറഞ്ഞതുപോലെ എത്രയോ കോടികളാണ് സുവിശേഷം കേൾക്കാനുള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിങ്ങളുടെ ആവശ്യമുണ്ട്. നിങ്ങൾ ദേവദാസൻ പറഞ്ഞതുപോലെ ഗൾഫും കാനഡയും അമേരിക്കയും ഒന്നും ലക്ഷ്യമാക്കി പോകും. ഞാൻ 25 വർഷം നോർത്ത് ഇന്ത്യ വേല ചെയ്തപ്പോഴും എനിക്ക് തോന്നിയില്ല ഗൾഫിൽ പോകാൻ തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയി പലരും ചെയ്യുക, പകലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുകയും TV കാണുകയും ചെയ്യും, പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു മീറ്റിംഗ് വരും. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അത്രയും സമയം ഇവിടെ ട്രാക്ക് കൊടുത്ത് അതിനെക്കാട്ടും കൂടുതൽ ദൈവം നല്ലത് കൂടുതലല്ലേ പറഞ്ഞില്ല. അതുകൊണ്ട് കളയാൻ ദൈവം എന്നെ അയച്ചു കേട്ടോ. അതുകൂടെ പറയണല്ലോ, നന്ദിയോട് പറയുന്നല്ലോ. 25 വർഷം അതിന്റെ പുറകെ പോകാനും 25 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ആ ഗൾഫ് കൺട്രീസിലെ ഏറ്റവും വലിയുടെ പാസ്റ്ററായി തരുവാൻ ഏറ്റവും പോഷനായി എനിക്ക് ദൈവം ഭാഗ്യം തന്നു. വളരെ ഒരു മൂകത. നിങ്ങൾക്ക് സന്തോഷമില്ല? നിങ്ങൾക്ക് എനിക്കുണ്ട്. ഞാൻ എന്നും ദൈവത്തെ 1 മണിക്കൂർ സ്വതന്ത്രം പറയാൻ വേണ്ടി മാത്രം, 1/2 മണിക്കൂർ ആത്മാവിനെ ആരാധിക്കാൻ, പിന്നെ 1/2 മണിക്കൂർ പിതാവിനെ ആരാധിക്കും, 1/2 മണിക്കൂർ പുത്രനെ ആരാധിക്കും, 1/2 മണിക്കൂർ പരിശുദ്ധാത്മാവിനെ ആരാധിക്കും. പിന്നെ പ്രാർത്ഥന തുടങ്ങിയ സമയത്തിന്റെ അനുസരിച്ച് ഒരൊറ്റ തൊട്ടിന് ലോകം ഇങ്ങനെ ചുറ്റി 2 പ്രാവശ്യം കറങ്ങും. അതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് കേൾക്കണമെങ്കിൽ വന്നാൽ മതി, പറയാം. എന്താണെങ്കിൽ എനിക്കും ആഗ്രഹമുണ്ട് പൗലോസ് എന്നെ പോലെ നിങ്ങളും ആകണം. നിങ്ങളെ അയക്കുന്നത് അവിവാഹിതരായ അല്ലല്ല, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി അയക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകണം. ഫോളോ ചെയ്യാൻ പറ്റിയ ലീഡേഴ്സിനെ ഇവിടെ ആവശ്യമുണ്ട്. ഞാൻ ഇതിന്റെ നടുവിൽ അനേക ലീഡേഴ്സിനെ കാണുന്നു. നിങ്ങളുടെ മാതൃകാപരമായ ജീവിതവും ശുശ്രൂഷയും മറ്റനേക നവ ദൈവദാസന്മാർക്ക് പ്രചോദനവും പ്രോത്സാഹനവും അനുഗ്രഹവുമായി തീരട്ടെ. നമ്മുടെ താലന്ത് കുഴിച്ചിടുവാനിടയാകരുത്. ഏത് താലന്ത് തന്നോ എപ്പോഴും ആഗ്രഹിക്കണം. നമ്മുടെ ഇന്റർനാഷണൽ സെക്രട്ടറി ജോൺ തോമസ് സാർ പറഞ്ഞ ഒരു അനുഭവം, ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. അദ്ദേഹത്തിന്റെ വൈഫ് നാട്ടിലേക്ക് വരുമ്പോൾ, കർത്തദാസ് വരുമ്പോൾ സഭ പ്രാർത്ഥിച്ചു, അവൾ പ്രാർത്ഥിച്ചു ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് വേണമെന്ന്. ആ സാക്ഷി ഒന്ന് കേൾക്കേണ്ടതാ, എനിക്ക് പറയാൻ സമയമില്ല. അപ്പുറത്തും ഇപ്പുറത്തും 2 വിശ്വാസികൾ ഇടയ്ക്കൊരു അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സഹികെട്ട് ഈ സഹോദരൻ എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് ഇത് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണമോ? സാധാരണ ഇങ്ങനൊന്നും കിട്ടിയാൽ ഞാൻ വായിക്കുന്ന ആളല്ല, പക്ഷെ നിങ്ങളുടെ സംഭാഷണം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അവർ യേശുവിന്റെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും ഇങ്ങനെ പരസ്പരം, അങ്ങേ സീറ്റിൽ ഒരാൾ, ഇപ്പോഴത്തെ സീറ്റിൽ നടുക്ക് ഒരു മുസ്ലിം സഹോദരൻ. അപ്പോൾ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തു. ദൈവമേ, ഇന്ന് എനിക്ക് സുവിശേഷം പറയാൻ ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയതായ ആ ദൈവദാസിക്ക് മറ്റൊരു വിശ്വാസിയായ ദൈവദാസിയെ ആ റോയൽ ദൈവം ഒരുക്കി. ഒരത്ഭുതങ്ങളുണ്ട്. താൻ ആദ്യം പുറകിലായിരുന്നത്, തനിക്ക് തോന്നി ഏറ്റവും പുറകിൽ ഇരിക്കാതെ മുമ്പിൽ സീറ്റ് ഉണ്ടല്ലോ, അവിടെ പോയി ഇരിക്കാൻ വിചാരിച്ചു. ആ സീറ്റ് വിട്ടേച്ചാണ് മുമ്പ് സീറ്റിൽ വന്നിരുന്നത്, ഈ സീറ്റിൽ വന്നിരുന്നത്, പർട്ടിക്കുലർ സീറ്റിൽ വന്നിരുന്നത്. പരിശുദ്ധാത്മാവ് വേണ്ടതെല്ലാം കഴിഞ്ഞു വന്ന് ദൈവദാസൻ പറഞ്ഞു, ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. നീ എവിടെ ഉറങ്ങണം, നീ ആരും കൂടെ പോകണം, എവിടെ വസിക്കണം, എന്ത് വേല ചെയ്യണമെന്ന് അത് പറഞ്ഞു തരാൻ നിമിഷം തോറും കൂടെ ഇരിക്കുന്ന കൂട്ടായ്മ നൽകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസാ. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെന്നും വേണമെങ്കിൽ പറയാം, പക്ഷെ എന്റെ ആശ്വാസപ്രദനാണ്, എന്റെ ആലോചനക്കാരനാണ്, എന്റെ ഗൈഡാണ്, എന്റെ മാസ്റ്ററാണ്, എന്റെ ദൈവമാണ്. പക്ഷേ അങ്ങാണ് എന്നെ കൊണ്ട് നടക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൂടെ, എന്റെ കൂടെ അങ്ങ് വരണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങയുടെ കൂടെ എന്നെയും കൂടെ കൊണ്ടുപോകണമേ. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ കൂടെ എന്നെയും കൂടെ നിർത്തണമേ. ദൈവം നമുക്ക് താലന്തുകൾ വ്യാപാരം ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമാണെങ്കിലും വിഷമിക്കേണ്ട, അവൻ നമ്മുടെ നഷ്ടത്തെ ലാഭമാക്കുമെന്ന് വചനമുണ്ട്. നീ നഷ്ടമാക്കുന്നതൊക്കെ നീ നേടും. നീ അതേ നേടുന്നതെല്ലാം കൈവിട്ടു പോകും. Whatever you try to make it profitable, that is going to lose in your life. But remember that whatever you lost for God's glory, you will reward and you will be getting back. അതുകൊണ്ട് ഒരു കുറുക്ക് വഴി, ഒരു വളഞ്ഞ വഴി ഒന്നും ആവശ്യമില്ല. ഞാൻ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ അതേ മണിക്കൂറുകൾ പറഞ്ഞാൽ തിരികെയില്ലാത്തതുകൊണ്ട് വിസ്താരഭാഗത്താൽ ചുരുക്കുകയാണ്. ഇങ്ങനൊരു അവസരം ദൈവം തന്നപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? നമുക്ക് തലകളെ വണക്കാം.
കണ്ണുകളടയ്ക്കാം. ഞാനിതൊരു പ്രസംഗം ചെയ്യുകയില്ലായിരുന്നു, വേണ്ടപോലുള്ള പോയിന്റ് ഒന്നും ഇല്ലായിരുന്നു, എനിക്കും അറിയാം. എന്നാൽ ഞാൻ എൻ്റെ ഭാരം നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം തരട്ടെ. കൊടുക്കാൻ 100 രൂപ കൊടുത്ത് സഹായിച്ചവരുണ്ട് ഈ സ്ഥാപനത്തിലൂടെ. അതേ കർത്താവിന്റെ വേലയ്ക്കായിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന്റെ വലിപ്പം നിങ്ങൾ ചിന്തിക്കരുത്. വിധവയുടെ 2 കാശിനെ മാനിച്ച യേശുവാണ് നമ്മുടെ കർത്താവ്. അത് എന്റെ ഈ ഒരു നേരത്തെ ആഹാരം എടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് നിമിത്തം സ്വർഗത്തിന് പ്രയോജനമാണെങ്കിൽ അത് നിമിത്തം നമുക്ക് സന്തോഷിക്കാം. ഞാൻ ഒരല്പം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണെങ്കിലും സ്വർഗത്തിന് പ്രയോജനമായി തരുവാനിടയായി, പ്രോഫിറ്റായി തരുവാനിടയായി എന്ന് ആരതിനു വേണ്ടി തയ്യാറാകും? പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകും? നിങ്ങളുടെ കരങ്ങൾ ദയവായി വർദ്ധിക്കട്ടെ. അവിടെയുള്ളതായ അത് 100-ലധികം 150-ഓളം ദേവദാസന്മാരും ചുറ്റുമുള്ളതായ ആ സ്റ്റേറ്റുകൾ, എല്ലാ സ്റ്റേറ്റിലുമുള്ളതായ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകും? നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ധാരാളം ദേവദാസന്മാരുടെ ആവശ്യമുണ്ട്. കാരണം ചില ഏരിയയിൽ മലയാളി ലീഡേഴ്സിനെ പോലും ഇല്ല. അപ്പോൾ ലീഡർഷിപ്പ് വഹിക്കാൻ ഒരാളിനെ ആവശ്യമാണ്. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ വാസ്തവമായി നിങ്ങൾക്കൊരു അവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ വരുവാൻ ആർക്കാണ് താല്പര്യം? ഭാഷ അറിയത്തില്ലയോ? ഒരു വിഷമവും വേണ്ട. ആരും പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയാണ്. ഈസ് എ ഗുഡ് ടീച്ചർ. ഹല്ലേലൂയ. ഈ പോർഷനായി എനിക്ക് സാധിച്ചെങ്കിൽ ഞാൻ പീഠിക്ക് 4 പ്രാവശ്യം തോറ്റാളാണ് കേട്ടോ. എന്നാലും എന്നെ കർത്താവ് ഭാഷയെല്ലാം പഠിപ്പിച്ചു. ഒരു ലക്ഷ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കും. അതേ വഴി അറിയത്തില്ലെങ്കിലോ നമ്മെ കഴിവില്ലെന്നൊന്നും ചിന്തിക്കേണ്ട. കർത്താവ് നമ്മെ സഹായിക്കാൻ മതിയായവനാണ്. ആർക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കാൻ കഴിയും? ഞാൻ നോർത്ത് ഇന്ത്യക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ഒരാളെങ്കിലും സമർപ്പിക്കാൻ ഇടയായി അത് സ്വർഗത്തിന് പ്രോഫിറ്റാണ്. ഹല്ലേലൂയ. എത്ര ലക്ഷങ്ങൾ മുടക്കിയ കൺവെൻഷൻ നടത്തും. വാസ്തവത്തിൽ ഇത് മിഷൻ കോൺഫറൻസ് നടന്ന അതിന്റെ ഫലം കൊയ്യുന്ന സമയമാണ്. അതുകൊണ്ട് അതിനായിട്ട് ആരെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കൊണ്ട് കേൾക്കണ്ട. ദൈവാത്മാവ് നിങ്ങളെ ബോധിപ്പിക്കുന്നുവെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെയാണെങ്കിലും കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട് പോകാൻ, പക്ഷെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, അത്രയും പറഞ്ഞാൽ മതി. ബാക്കി കർത്താവ് തന്നോളും വഴി. അതിനായി ദൈവം സഹായിക്കട്ടെ. അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസന്മാരോടും സ്ഥാപനത്തോടും നന്ദി അറിയിക്കുന്നു. ഇളവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും 4 മക്കൾ ദൈവം തമ്മിൽ 2 പേര് ഫുൾ ടൈം മിനിസ്ട്രിയാണ്. ഒരാൾ പാർട്ട് ടൈം മിനിസ്ട്രി ചെയ്യുന്നു, ഒരാൾ